ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കിയ സോണറ്റിൻ്റെ ചെറിയൊരു പാർട്ട് 2 മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ചെറിയൊരു ഡീക്രോം വർക്കൊക്കെയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയത്തുള്ള ഇഞ്ചിയൻ കിയയിലേക്കാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചറിയാം കേട്ടോ. വണ്ടി എടുത്തിട്ട് ഒരു വർഷം ആയതുകൊണ്ട് തന്നെയും നമ്മുടെ ഫസ്റ്റ് സർവീസ് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറിൻ്റെ സർവീസും കൂടെ ഈ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഡീക്രോം കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കിലേക്കുള്ള സ്പോയിലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീക്രോം വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ താഴെയൊക്കെ ഒരു സിൽവർ പോർഷൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള നമ്മുടെ ഗ്രില്ലുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രില്ല് നമ്മൾ ഈ ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴെ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സിൽവർ പോർഷൻ, അവിടെയും ബ്ലാക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് മൊത്തത്തിൽ വണ്ടിക്കൊരു ടോട്ടൽ ചേഞ്ച് വന്ന് നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ചേഞ്ച് വരുന്നത് ഇതിൻ്റെ റിയർ സൈഡിലേക്ക് വേണം. അപ്പോൾ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ബമ്പറിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ലോവർ പോർഷൻസ് നമ്മൾ ഇതുപോലെ തന്നെ ഡീക്രോം ചെയ്തിട്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഫീലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി ഇതിനകത്ത് സ്പോയിലർ ആട്ടോ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. അത് നമ്മുടെ സോണറ്റിൻ്റെ OE ആയിട്ട് വരുന്ന ഒറിജിനൽ സ്പോയിലർ തന്നെയാണ് ഷോറൂമിൽ നിന്ന് ഫിറ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 5,500 രൂപയാണ് നമുക്ക് അതിന് ചാർജ് വരുന്നത് കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വണ്ടിയുടെ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.